മനസ്സിൽ എൻ പാപം നീക്കാൻ ദേവാ നീ തരണേ. നിന്നാത്മാവിൻ ഫലമെന്നിൽ നാഥാ നീ വരണേ. എൻ മനസ്സിൽ എൻ പാപം നീക്കാൻ ദേവാ നീ തരണേ. നിന്നാത്മാവിൻ ഫലമെന്നിൽ. നീ വന്നടഞ്ഞാൽ തീരും ഈ ലോക ജഡവാസം. ആത്മാക്കൾ നേടി ഞാനും ശ്രേഷ്ഠ ഭവനം ചേരും. ആത്മാക്കൾ നേടി ഞാനും ശ്രേഷ്ഠ ഭവനം ചേരും. നാഥാ നീ വരണേ. എൻ മനസ്സിൽ എൻ പാപം നീക്കാൻ ദേവാ നീ തരണേ. നിന്നാത്മാവിൻ ഫലമെന്നിൽ. ലോകത്തിൻ പാപം നീക്കാൻ ശ്രേഷ്ഠയാഗം നീ ചെയ്തു. എന്നിലെ ഭാരം നീക്കി സ്വർഗരാജ്യം നീ നൽകി. എന്നിലെ ഭാരം നീക്കി സ്വർഗരാജ്യം നീ നൽകി. നാഥാ നീ വരണേ. എൻ മനസ്സിൽ എൻ പാപം നീക്കാൻ ദേവാ നീ തരണേ. നിന്നാത്മാവിൻ ഫലമെന്നിൽ. ദൂതന്മാരുടെ മധ്യേ ആരാധ്യനാകും നേരം ഞാനും ചേർന്നു സാഷ്ടാംഗം വീണു പാടുമന്നേരം. ഞാനും ചേർന്നു സാഷ്ടാംഗം വീണു പാടുമന്നേരം. നാഥാ നീ വരണേ. എൻ മനസ്സിൽ എൻ പാപം നീക്കാൻ ദേവാ നീ തരണേ. നിന്നാത്മാവിൻ ഫലമെന്നിൽ. ആയിരമാണ്ടു വാഴും രാജാ നിൻ കാലത്തിൽ ഞാൻ പ്രൗഢിയാൽ ചേർന്നു നിന്ന് ഭാവി തന്നേട്ടം കൊയ്യും. പ്രൗഢിയാൽ ചേർന്നു നിന്ന് ഭാവി തന്നേട്ടം കൊയ്യും. നാഥാ നീ വരണേ. എൻ മനസ്സിൽ എൻ പാപം നീക്കാൻ ദേവാ നീ തരണേ. നിന്നാത്മാവിൻ ഫലമെന്നിൽ. നാഥാ നീ വരണേ. എൻ മനസ്സിൽ എൻ പാപം നീക്കാൻ ദേവാ നീ തരണേ. നിന്നാത്മാവിൻ ഫലമെന്നിൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ പ്രയോജനപ്പെട്ട, എൻ്റെ ജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും ഒക്കെ തന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലും പ്രയോജനപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത്. എല്ലാവരെയും സാധാരണ ആൾക്കാരിലൊക്കെ ഉള്ള പോലെ തന്നെ ചെറുപ്പകാലങ്ങളിൽ
ജീവിതത്തിൽ ഒത്തിരി തിരസ്കരണങ്ങളും അവഗണനകളും ഒറ്റപ്പെടലുകളും പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നുപോയി വളരെ ചെറുപ്പത്തിൽ തന്നെ പല ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമയായി. അങ്ങനെ ജീവിതം വളരെയധികം താളം തെറ്റി. വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് മുടങ്ങി. ജീവിതത്തിൽ പല ജോലികൾ ചെയ്തു നോക്കി, ഒന്നും ശരിയാകാതെ വന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുക മടുപ്പ് ജീവിതത്തിൽ വന്നു. ആത്മഹത്യയെക്കുറിച്ചൊക്കെ ഞാനും ചിന്തിക്കാൻ തുടങ്ങി. ആരുമില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. വാസ്തവമായിട്ടും നമ്മളെ സ്നേഹിക്കാൻ ഒരാളുണ്ടോ എന്നുള്ള ചിന്ത എന്നിൽ വന്നു. യഥാർത്ഥത്തിൽ ദൈവം എന്നൊരു വ്യക്തിത്വം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ, ദൈവം ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അങ്ങനെ എന്താ പറയുക, ദൈവമില്ല എന്നുള്ള ചിന്തകൾ വന്നു. ഇതിൻ്റെയൊക്കെ ഇടയിലും സത്യം എന്താണ്, ജീവിതത്തിൽ എങ്ങനെ രക്ഷപ്പെടാം, ജീവിതത്തിൽ എങ്ങനെ നല്ലൊരു ജീവിതത്തിലേക്ക് കയറിപ്പോകാം, അല്ലെങ്കിൽ ജീവിതം നയിക്കാമെന്ന് ജീവിതത്തിൽ ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഇതിനിടയിൽ എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു അത്ഭുതം ബൈബിൾ വായിക്കാൻ എനിക്കൊരു അവസരം കിട്ടി എന്നുള്ളതാണ്. ബൈബിള് ഞാൻ വായിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ആ ബൈബിളിൽ പറയുന്ന ആ യേശുവിനെ ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പുത്രനായിട്ടും ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യരോടുള്ളത് പ്രദർശിപ്പിക്കാൻ വേണ്ടി പാപപരിഹാരത്തിനായിട്ട് യേശു ക്രൂശിൽ വന്ന് മരിക്കുകയും പാപം ക്ഷമിക്കുന്ന ഒരു വ്യക്തി, ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ നമ്മളെ ജീവൻ കൊടുത്തു പോലും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ആണ് യേശു എന്ന് ബൈബിൾ നമ്മളെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ ബൈബിൾ വായിച്ചതിലൂടെ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു 25 വർഷം മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു തീരുമാനമെടുത്തു. ആ തീരുമാനമാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സകല സംതൃപ്തിക്കും സന്തോഷത്തിനും സമാധാനത്തിനും കാരണം. അത് മറ്റൊന്നുമല്ല, യേശുവിൻ്റെ ശിഷ്യനായി ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു. യേശുവിൽ വിശ്വസിക്കാൻ ഞാൻ തീരുമാനിച്ചു. യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കാൻ ബൈബിൾ പറയുന്ന പോലെ ആ ബൈബിളിലെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ ഒരു 25 വർഷത്തിനുള്ളിൽ പടിപടിയായിട്ട് എൻ്റെ ജീവിതത്തിലെ തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന്, തെറ്റായ സ്വഭാവങ്ങളിൽ നിന്ന്, തെറ്റായ പല അവസ്ഥകളിൽ നിന്നും എനിക്ക് മാറി ജീവിക്കാൻ ദൈവം സത്യം പറഞ്ഞാൽ ഈ ബൈബിള് വായിക്കുന്നതിലൂടെ എനിക്ക് അവസരം കിട്ടി. അങ്ങനെ എൻ്റെ ജീവിതം ഇന്ന് നോക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ ഒരു കുടുംബജീവിതം നയിക്കുന്ന, വളരെ സമാധാനത്തോടെ ജീവിക്കുന്ന, വളരെ സംതൃപ്തിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്, ഈ യേശുവിൻ്റെ ശിഷ്യനാകാൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ, അല്ലെങ്കിൽ ഈ യേശുവിൻ്റെ ശിഷ്യനാകാൻ ഉള്ളൊരു തീരുമാനം ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ഒരു ജീവിതം വേണം യേശുവിൻ്റെ ശിഷ്യനായി ജീവിക്കാൻ. അതുകൊണ്ട് തന്നെ ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതേ ഉള്ളൂ. യേശുവിനെ നിങ്ങളെയും എന്നെ, അല്ലെങ്കിൽ ഞാൻ ആ സ്നേഹം അനുഭവിച്ചതുപോലെ തന്നെ യേശുവിനെ നിങ്ങളെയും ഇഷ്ടമാണ്, നിങ്ങളോടും വളരെ സ്നേഹമാണ്. ആ സ്നേഹം അനുഭവിക്കാൻ യേശുവിൻ്റെ ശിഷ്യനാകുന്നതിലൂടെ നമുക്ക് കൂടുതലായും സാധിക്കും. ആ ശിഷ്യത്വം നിങ്ങളും സ്വീകരിച്ച് ജീവിതത്തിൽ പൂർണ്ണ തൃപ്തിയുള്ളവരായിട്ടും സമാധാനമുള്ളവരായിട്ടും സന്തോഷമുള്ളവരായിട്ടും ജീവിക്കാനുള്ള അവസരം ബൈബിളിൽ പറയുന്ന ആ യേശുവിലൂടെ നമുക്ക് അവസരമുണ്ട്. ഈ അവസരം നിങ്ങൾ ഈ സമയത്ത് നഷ്ടപ്പെടുത്തരുത്. ഈ ലോക ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുമ്പം എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോകേണ്ടവരാണ്. അല്ലെങ്കിൽ മനുഷ്യൻ ഒരിക്കൽ ജനിച്ചാൽ മരിക്കും. എന്നാൽ യേശു ഈ ഭൂമിയിൽ വന്നത് നമുക്ക് നിത്യജീവൻ തരാനാണ്. പാപത്തിൻ്റെ ശമ്പളമാണ് മരണമെന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ യേശുവിലൂടെ നമുക്ക് ലഭിക്കുന്നത് പാപത്തിൻ്റെ ക്ഷമയും നിത്യജീവനുമാണെന്ന് ബൈബിൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബൈബിളിൽ വിശ്വസിക്കുന്നതിലൂടെ നല്ലൊരു ജീവിതത്തിലേക്കും യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്കും യേശുവിനെ വിശ്വസിക്കാനും ആശ്രയിക്കാനും ബൈബിളിനെ അനുസരിക്കാനും ഉള്ള അവസരം നിങ്ങളും പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. യേശുവിന് നിങ്ങളെ വളരെ ഇഷ്ടമാണ്. നിങ്ങൾ യേശുവിന് വളരെ വിലയുള്ളവരാണ്. മേ ദ ലോർഡ് ബ്ലസ് യു. താങ്ക് യു. ഇന്ന് എന്നെ കേട്ട നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും യേശുവിൻ്റെ ശിഷ്യനായി തീരുവാൻ, ശിഷ്യത്വം ഏറ്റെടുക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ എന്നോട് ചേർന്ന് നിങ്ങളും ദയവായി പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, ഞാനൊരു പാപിയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എൻ്റെ പാപങ്ങളെ അങ്ങ് ക്ഷമിച്ചു തരണമേ. അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ അതിനായി സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ അയക്കണമേ. അങ്ങ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന്
ജനിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങളെ ക്രൂശിന്മേൽ അങ്ങ് മരിച്ചതിലൂടെ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ഞാൻ വിശ്വസിക്കുന്നു. യേശുവെ, അങ്ങയുടെ ശിഷ്യനായിട്ട് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. യേശുവെ, അങ്ങയെ പിതാവായ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്നും അങ്ങ് വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ പൈതലാക്കി എന്നെ തീർക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. സ്നേഹരൂപൻ ഉയരങ്ങൾ താണ്ടി താണഭുവിൽ നരനായി സ്വർഗനാട്ടിൽ പാർപ്പിടമേകാൻ സാധുവിയേഴയെ തേടി വന്നു. പാപം പോക്കി ശാപവും നീക്കി എൻ കടങ്ങൾ ആകവെ നീക്കി തൻ കരത്താൽ എന്നെയും വഹിച്ചു. കൺമണി പോൽ കൃപയാൽ, കൺമണി പോൽ കൃപയാൽ. സങ്കടത്തിൽ കരുതിടും കരങ്ങൾ മറുവിതിൽ കാത്തിടുവേ. സങ്കടത്തിൽ കരുതിടും കരങ്ങൾ മറുവിതിൽ കാത്തിടുമേ. ആരുമില്ലെന്നുള്ള ഭാരം തീർത്തവൻ എൻ പ്രിയനേ. ആരുമില്ലെന്നുള്ള ഭാരം തീർത്തവൻ എൻ പ്രിയനേ. ഉറ്റവർ എന്നെ കൈവിട്ടാലും ഉറ്റു സ്നേഹിക്കും പ്രിയനിൻ കൂടെ. അറ്റുപോകില്ലവൻ സ്നേഹം എൻ്റെ ജീവിത നാളുകളിൽ, ജീവിത നാളുകളിൽ. സ്നേഹരൂപൻ ഉയരങ്ങൾ താണ്ടി താണഭുവിൽ നരനായി സ്വർഗനാട്ടിൽ പാർപ്പിടമേകാൻ സാധുവിയേഴയെ തേടി വന്നു.
വേഗം വന്നിടും എന്നുര ചെയ്തവൻ വീണ്ടും വന്നിടുമേ. വേഗം വന്നിടും എന്നുര ചെയ്തവൻ വീണ്ടും വന്നിടുമേ. നീലവാനേ വേഗം വരുമെൻ പ്രിയനെ കണ്ടിടും ഞാൻ. നീലവാനേ വേഗം വരുമെൻ പ്രിയനെ കണ്ടിടും ഞാൻ. എന്നെ ചേർപ്പാൻ സ്വർപ്പുരിയിൽ തങ്കത്തെരുവിൽ ശാശ്വതമായി എനിക്കായൊരുക്കും സുന്ദര ഭവനം പ്രിയനവൻ കരുതിടുന്നു. പ്രിയനവൻ കരുതിടുന്നു. സ്നേഹരൂപൻ ഉയരങ്ങൾ താണ്ടി താണഭൂവിൽ നരനായി സ്വർഗനാട്ടിൽ പാർപ്പിടമേകാൻ സാധുവിയേഴയെ തേടി വന്നു. പാപം പോക്കി ശാപവും നീക്കി എൻ കടങ്ങൾ ആകവെ നീക്കി തൻ കരത്താൽ എന്നെയും വഹിച്ചു കൺമണി പോൽ കൃപയാൽ. കൺമണി പോൽ കൃപയാൽ. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ. വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കു കഴിയും? പറവകളെ നിങ്ങൾ നോക്കുവിൻ, വിതയും കൊയ്ത്തുമില്ല. സ്വർഗത്തിലെ ദൈവം അവയെ പുലർത്തിടുന്നു. ഏകനെന്ന് നീ കരുതിടുമ്പോൾ ആശ്വാസമേകും ഇടയനവൻ. ലോകത്തെ മാത്രം നോക്കി നീ നിരാശനാകല്ലേ. ദൈവത്തെ മാത്രം നോക്കിയാൽ എന്നും കൂടെ നടക്കുമവൻ. അവനോടൊപ്പം കൂടിയാൽ അതു സ്വർഗരാജ്യം. ദൈവത്തെ മാത്രം നോക്കിയാൽ എന്നും കൂടെ നടത്തുമവൻ. അവനോടൊപ്പം കൂടിയാൽ അതു സ്വർഗരാജ്യം. ദൈവം നമ്മെ വിശേഷതയുള്ളവരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആകാശത്തിലെ പറവകളേക്കാൾ വിലപ്പെട്ടവരാണ് നമ്മൾ. നാം ചുറ്റും നോക്കി വിചാരപ്പെടുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആകാശത്തിലെ പറവകളെ നോക്കി അവരിൽ നിന്ന് പഠിച്ച് സ്വർഗസ്ഥനായ ആ പിതാവിനെ മനസ്സിലാക്കി അവനെ അനുഗമിച്ച് ജീവിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ.
எவ்வளவாய் என்னை நேசித்தீரே. இயேசுவே இயேசுவே எவ்வளவாய் என்னை நேசித்தீரே. பாவ சேற்றில் நின்று நோயின் தொல்லையில் நின்று, பாவ சேற்றில் நின்று நோயின் தொல்லையில் நின்று என்னை மீட்டவரே. எனக்காக மரித்துயிர்த்தீ. உம் அன்பு மாத்திரம் போதும் என் வாழ்வில் இன்றும் என்றும். உம் அன்பு மாத்திரம் போதும் என் வாழ்வில் இன்றும் என்றும். இயேசுவே இயேசுவே எவ்வளவாய் என்னை நேசித்தீரே. பாவத்தில் விழுந்த என்னை தாங்கினீர், சாபத்தில் நின்று மீட்டவரும் நீர். பாவத்தில் விழுந்த என்னை தாங்கினீர், சாபத்தில் நின்று மீட்டவரும் நீர். எனக்காக மரித்துயிர்த்தீர், எனக்காக மரித்துயிர்த்தீர். அன்பு மாத்திரம் போதும் என் வாழ்வில் இன்றும் என்றும். உம் அன்பு மாத்திரம் போதும் என் வாழ்வில் இன்றும் என்றும். இயேசுவே இயேசுவே எவ்வளவா என்னை நேசித்தீரே. கிருபையாலே பார்வை அளித்தீர், உம் அன்பினாலே அணைத்து கொண்டீர். உம் கிருபையாலே பார்வை அளித்தீர், உம் அன்பினாலே அணைத்து கொண்டீர். எனக்காக மரித்துயிர்த்தீர், எனக்காக மரித்துயிர்த்தீர். அன்பு மாத்திரம் போதும் என் வாழ்வில் இன்றும் என்றும். உம் அன்பு மாத்திரம் போதும் என் வாழ்வில் இன்றும் என்றும். இயேசுவே இயேசுவே எவ்வளவா என்னை நேசித்தீரே. பாவ சேற்றில் நின்று நோயின் தொல்லையில் நின்று, பாவ சேற்றில் நின்று நோயின் தொல்லையில் நின்று என்னை மீட்டவரே. எனக்காக